ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പാഠപുസ്തകത്തിൽ വീറ്റ്, റൈസ് എന്നീ വിളകളെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സോഷ്യൽ സയൻസ് പാഠശാല ഒരു ഫ്രീ ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. മുൻവർഷ ചോദ്യപേപ്പറുകളും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും എളുപ്പത്തിൽ ഓർമ്മിച്ചു വയ്ക്കുവാനുള്ള ട്രിക്സും ഒക്കെ ഉൾപ്പെടുന്ന ഈ ക്ലാസ്സുകൾ തീർച്ചയായും 100-ൽ 100 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരും. ഈ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്ലാസിൻ്റെ ലിങ്ക് ലഭിക്കുന്നതിനായി 9846831744 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. റൈസും വീറ്റും, അരിയും ഗോതമ്പും ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യധാന്യമാണ് അരി അഥവാ റൈസ്. അത് കഴിഞ്ഞാൽ വീറ്റ് അഥവാ ഗോതമ്പും. റൈസ് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. എന്താണ് ഈ ഖാരിഫ് വിളകൾ? മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി വിത്ത് വിതയ്ക്കുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിത്തുകളാണ് അല്ലെങ്കിൽ വിളകളാണ് ഖാരിഫ് വിളകൾ, ഖാരിഫ് ക്രോപ്സ് എന്നറിയപ്പെടുന്നത്. വയ്ക്കാൻ റൈസ് ഖറിലാണ് വാങ്ങിക്കുന്നത്. റൈസ് ഖറിലാണ് അഥവാ വീട്ടിലാണ് വാങ്ങിക്കുന്നത് എന്നോർത്താൽ മതി. വീറ്റ് ഒരു റാബി വിളയാണ്. വീറ്റ് തിന്നുന്ന റാബിറ്റ് എന്നോർത്താൽ മതി. വീറ്റ് ഒരു റാബി വിളയാണ്. ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ വിതയ്ക്കുകയും ഏപ്രിലിനും ജൂണിനും ഇടയിൽ വിളവെടുക്കുകയും ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ. ഇവ വളർന്നു വരുമ്പോൾ ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആവശ്യമാണ്. എന്നാൽ വിളവെടുപ്പ് സമയത്ത് ബ്രൈറ്റ് സൺലൈറ്റ് വേണം എന്നാണ് പറയുന്നത്. 100 സെൻറ്റിമീറ്ററിൽ അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് റൈസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം. എന്നാൽ വീറ്റിനോ 50 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ മതിയാകും. വീറ്റും റൈസും ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനം ഇന്ത്യയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും അരി ഉൽപ്പാദനമുണ്ട്. പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് വീറ്റിൻ്റെ ഉൽപ്പാദനം അഥവാ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കൂടുതൽ.